ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് മെയ് 19 കൃത്യം 3:30 മറ്റെവിടെയല്ല, നമ്മുടെ ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൈദരാബാദ് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെയാണ് ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. സോ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് അപ്പോൾ മത്സരം നടക്കുന്നത് നമ്മുടെ ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണെന്ന് പറഞ്ഞു. ടൈം 3:30 കേട്ടോ. ഇന്നത്തെ ദിവസം 2 മത്സരം നടക്കുന്നുണ്ട്, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ SRH വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പിച്ച് റിപ്പോർട്ട് നോക്കാം. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ IPLൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈ മാച്ചസിൽ പോയിട്ട് ഓൾ മാച്ചസ് എടുക്കാം. ഓക്കെ, നമുക്ക് റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള നടന്ന മത്സരങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, പോയിന്റ് ടേബിൾ ഓൾറെഡി 3 ടീം ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഈ വീഡിയോ നിങ്ങളെ നാളെ കാണത്തുള്ളൂ. ഞാൻ ഇന്ന് ഓൾറെഡി എടുക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതലും ചെന്നൈ തന്നെയാണ് കയറാനുള്ള ചാൻസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് എന്താവുന്നൊന്നും അറിയത്തില്ല. മേ ബി മഴ കാരണം ഈക്വൽ പോയിൻ്റ് ആയിട്ട് റൺ റൈറ്റ് വൈസ് ചെന്നൈ കയറാനുള്ള ഒരു പോസിബിലിറ്റി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയൊക്കെ കണ്ടന്നെ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റീസെൻ്റ് നടന്ന പെർഫോമൻസ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ്. ഓൾറെഡി നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ GT വേഴ്സസ് സൺറൈസേഴ്സ് തമ്മിലുള്ള മത്സരം മഴ കാരണം അത് ക്യാൻസൽ ചെയ്യായിരുന്നു ആ ഒരു മാച്ച് ചെയ്തത്. അപ്പോൾ തന്നെ വാങ്കഡയിലും നല്ല മഴയുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഷോക്ക് മാച്ച് തന്നെ ആയിരുന്നു. ഷോക്ക് മാച്ച് മീൻസ് മുംബൈയുടെ കളി കണ്ടിട്ട് ഷോക്ക് എന്ന് പറഞ്ഞതിന്. അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു പിച്ചിൽ മഴ പെയ്യോ ഇല്ല എന്ന് ഞാൻ വീഡിയോയിൽ പോകുന്ന സമയത്ത് പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ല, എത്ര % ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ് ആണ്. നമ്മുടെ LSG വേഴ്സസ് സൺറൈസേഴ്സ് തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. LSG ഒരു 165 എടുത്തിട്ട് ട്രാവിസിൻ്റെ അഭിഷേക് ശർമ്മയും കൂടെ അടുപ്പിച്ച് ജയിപ്പിച്ചില്ലേ. ഒരു 9 ഓവറിൽ 167 റൺസ് എടുത്ത് നല്ല അത്യാവശ്യം റൺ റേറ്റ് കയറ്റിയ ഒരു കളിയായിരുന്നു അത്. അപ്പോൾ അതിൽ വിക്കറ്റ്സ് കൂടുതൽ വീണത് 2 വിക്കറ്റ് ഭുവനേശ്വർ, 1 വിക്കറ്റ് പാറ്റ് കുമിൻസിനാണ്. കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സിനാണ് ഇവിടെ വിക്കറ്റ്സ് വീഴാറുള്ളത്. അപ്പോൾ വെറുതെ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി റീസെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, നല്ല രീതിക്ക് ബാറ്റിംഗ് സപ്പോർട്ടറായുള്ള ഒരു ഗ്രൗണ്ടാണ്. മഴ പെയ്തതിനെ പിച്ചിൻ്റെ കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. നേരെ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബട്ട് എന്നാലും ബാറ്റിംഗ് സർഫസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇതിലാര് ജയിച്ചാലും ഓൾറെഡി സൺറൈസേഴ്സ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല. എന്നാലും മാക്സിമം സൺറൈസേഴ്സ് വിന്നാവാനേ ട്രൈ ചെയ്യത്തുള്ളൂ. ഒക്കെ ഇതുപോലെ ഇരിക്കും, നമുക്ക് നോക്കാം. തന്നെ അപ്പോൾ പിച്ച് റിപ്പോർട്ടാണ് എനിക്ക് പറയാനുള്ളത്. റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളുടെ ഒരു ആവറേജ് റൺസായിട്ട് ഒരു 163 റൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം 566 ഫാസ്റ്റ് ബൗളേഴ്സും വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. 234 സ്പിൻ ബൗളേഴ്സും എടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റി 24% ഉണ്ട്. അന്നത്തെ പോലെ 50% 60% ഒന്നുമില്ല, 24 ഉള്ളൂ. മേ ബി എന്നാലും ചാൻസ് ഉണ്ട്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് മഴ പെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞ് സെക്കൻഡ് ഇന്നിങ്സ് ആകുമ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇന്നിങ്സിൽ ഏത് ടീമാണ് ബൗൾ ചെയ്യുന്നത് അതിന് 4 ബൗളേഴ്സിനെ തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യുക. ടോപ്പ് ഓർഡർ അപ്പുറത്തെ ടീമിൽ നിന്ന് മിഡിൽ ഓർഡറും ടോപ്പ് ഓർഡറും ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം അവന്മാരെ ഇട്ടിട്ട് നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുക. അതായത് സെക്കൻഡ് ബോളിംഗ് ചെയ്യുന്ന ടീമിൽ നിന്ന് ബൗളേഴ്സൊന്നും അധികം വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ മറ്റേ DL മെത്തേഡൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് കളി തീർക്കുകയാണ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ ടീം ഇടാൻ ശ്രമിക്കുക. ഇവിടെ കൂടുതൽ സ്പിന്നേഴ്സിനെക്കാട്ടിലും ഫാസ്റ്റ് ബൗളേഴ്സിന് ഇമ്പോർട്ടൻസ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആവറേജ് റൺസ് 163 ആണ്. മഴ പെയ്യാൻ 24% ഉണ്ട്.
മാക്സിമം റൺസ് നമുക്ക് എന്തായാലും ഒരു 180 റൺസ് വരെ തീർച്ചയായിട്ടും ഏത് ടീമും ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു 180 റൺസ് വരെ പ്രതീക്ഷിക്കാം. പഞ്ചാബ് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ ലോ സ്കോർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും 160 പ്ലസ് കൺഫേം ആയിട്ടുള്ള ഒരു ആവറേജ് സ്കോറാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വെറുതെ ഡീപ്പായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയൊന്നും പിച്ച് റിപ്പോർട്ട് പറയുന്നില്ല. ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും മാച്ച് നടക്കാനുള്ള ചാൻസ് കൂടുതൽ. ഞാൻ നിങ്ങൾക്ക് 2-3 കിട്ടുന്ന ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താം. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അത് തന്നെ പറയുന്നത് ഫോക്കസ് ഇലവനെ പറ്റിയാണ്. ഡെയിലി ഗീവേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈൻ വൺ പ്ലസ്, അതായത് ഫൈൻ വൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്ലേയേഴ്സിനെ മാത്രം ചൂസ് ചെയ്തിട്ട് ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മളെ ഫാൻറ്റസി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കിടിലൻ ഫീച്ചറല്ലേ. ഇതാണ്ടല്ലേ, ഞാൻ ഒരു ടീം ചുമ്മാ 6 പേരെ മാത്രം വെച്ചിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ ഓപ്ഷൻ ഉണ്ട്. സോ ഇതുവരെ നിങ്ങൾ ഈ ഒരു ഫോക്കസ് ഇലവൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തതിന് തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിനെ പോലെ തന്നെ നമ്മുടെ ചോയ്സ് ഇലവൻ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, വിന്നിങ്ങിൽ നിന്ന് നിങ്ങൾ ഡെപ്പോസിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 3% ക്യാഷ് എക്സ്ട്രാ കിട്ടും. നിങ്ങളിപ്പോൾ വിന്ന് ചെയ്തു, ഒരു ചോയ്സ് ഇലവനിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഒരു 500 രൂപ വിന്ന് ചെയ്തു, 500 രൂപ നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ഇതിലോട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 500 രൂപയുടെ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3, 5, 15 രൂപയുടെ നിങ്ങളെ വാലറ്റിലോട്ട് ആഡ് ആവും. അപ്പോൾ അതൊരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ചോയ്സിലും ആപ്ലിക്കേഷനിലും ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതുണ്ടല്ലോ, എൻട്രി ഫീസ് കുറവായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഡ്രീം ഇലവനിൽ 3850 രൂപയുള്ള കോൺടെസ്റ്റ് 3500 ഉള്ളൂ. സോ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കോൺടെസ്റ്റുകളും നല്ല എൻട്രി ഫീസ് കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. നമ്മളെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതൊക്കെ വെച്ച് കളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ കുബേര ഫാൻറ്റസി ഞാൻ ഒരുപാട് വർഷം യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെയാണ്. കാരണം ഇവിടെ നോർമലായിട്ടുള്ള ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. നമ്മളെ ഡ്രീമിലുള്ള പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. 260 രൂപ ഇതാണ്ടില്ല, അങ്ങനെ ഒരുപാട് തരം കോൺടെസ്റ്റുകളുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീമിലിൽ 299 രൂപയ്ക്ക് കണ്ട കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപയുള്ളൂ. അതായത് ഏകദേശം ഒരു 39 രൂപയുടെ കുറവുണ്ട്. അതുപോലെ ഡ്രീം ഇലവനിൽ നിങ്ങൾ കണ്ടതിനെ വെച്ച് ഇവിടെ ഭയങ്കരമായിട്ട് എൻട്രി ഫീസ് കുറവായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവർ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് നമുക്കൊരു ടീമൊന്നും ഇടാതെ തന്നെ വിൻ ആവാൻ സാധിക്കും. സോ ഒരു കിഡിലെ ഫീച്ചറുള്ള ആപ്ലിക്കേഷനാണ്. സോ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഇലവൻ ഡെയിലി 50,000 രൂപയ്ക്ക് ഇന്നത്തെ മത്സരം ഒരു ലക്ഷം രൂപയ്ക്ക് അവർ ഗിവ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇത് ഒരുപാട് പേര് ഫേക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു ടീമുണ്ട്, ഇപ്പം ചെടുക്കനൊന്ന് ടീമൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ, 0 റുപ്പീസാണ്. ജോയിനായി മൈ കോൺടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് വന്നാൽ 10,000, സെക്കൻഡ് വന്നാൽ 3,000, പിന്നെ 1000, 500 അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ട്. ഫസ്റ്റ് വന്നാൽ 10,000, 0 റുപ്പീസ് കൊടുത്തിട്ട് ഫസ്റ്റ് വന്നാൽ 10,000 കിട്ടുന്ന ഒരു കിടിലൻ ഒരേ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ വിഷൻ ഇലവൻ തന്നെയാണ് കേട്ടോ. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിസ് ക്ലേസൻ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ സമാദ്, ഷബാസ് അഹമ്മദ്, അതുപോലെ തന്നെ സൺവീർ സിംഗ്, ദെൻ പാറ്റ് കുമിൻസ്, ദെൻ ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉനൽകണ്ട്, വിജയ്കാന്ത് വിജയ് ശങ്കത്ത്, ഏതൊരു പുള്ളി ഇമ്പാക്ട് പ്ലെയറായിട്ട് ടീം നടരാജൻ വരാൻ ചാൻസ് ഉണ്ട് ട്രാവിസ് ഹെഡിൻ്റെ പ്ലേസിലോട്ട്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ടൈഡ്, അതുപോലെ തന്നെ സിമ്രാൻ സിംഗ്, റോസോ, ശശാങ്ക് സിംഗ്, അതുപോലെ തന്നെ ജിതീഷ് ശർമ്മയാണ് ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ ഓട്ടോ ശർമ്മ, ദെൻ അതുപോലെ തന്നെ ഹർപ്രീത് ബാർ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ, നാഥൻ നിലീക്സ്, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണുള്ളത്. ഓക്കെ, ഇതിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് നമ്മുടെ ഹർപ്രീത് ബൈത്ത അവനാണ് വരാൻ ചാൻസ് ഉള്ളത്. ഹർഷദീപ് സിംഗിൻ്റെ ഒരു ബാറ്റ്സ്മാനാണ്. കീ പ്ലേയേഴ്സായിട്ട് എടുത്ത് പറയാനുള്ളത് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, റിയലി റോസോ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹർഷൽ പട്ടേലൊക്കെയാണ്. ഇതിൽ മസ്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട 2 പ്ലേയേഴ്സാണ് നമ്മുടെ ട്രാവിസ് ഹെഡും ഹർഷൽ പട്ടേലും. നല്ലൊരു ഫോമായിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ നമ്മുടെ SRHൽ കീ പ്ലേയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ട്രാവിസ് ഹെഡിനെ പറ്റിയാണ് 30 വയസ്സായിട്ടുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു മെയിൻ ബാറ്റ്സ്മാനിൽ
ഉള്ളൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല റൺസും സ്കോർ ചെയ്യാറുണ്ട്. സൺറൈസേഴ്സിൻ്റെ ഒരു നട്ടെല്ലെന്ന് വേണം ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. തന്നെ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും സൺറൈസേഴ്സിന് നല്ലൊരു വിന്നിങ്ങിലോട്ട് എത്തിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു മത്സരം നല്ലൊരു അറ്റാക്ക് ഉണ്ടാക്കി പഞ്ചാബ് കിങ്സുമായിട്ട് നമ്മുടെ SRHത്തെ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടെ ഉള്ള ഒരു ഇന്നിങ്സ്. പിന്നെ ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ റൈറ്റ് ആൻഡ് ഫാസ്റ്റ് ബോളറാണ്. ഇതുവരെ അദ്ദേഹം 11 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പാറ്റ് കുമ്മിൻസ് ആണെങ്കിലും ലാസ്റ്റ് കളിച്ച മത്സരം 47 റൺസ് പ്ലസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2-1 വിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടായത്. ഇതിനേപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ SRHനെ ഇത്രയും ഒരു ലെവലിലോട്ട് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനാണെങ്കിൽ റിയലി ദോസോ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മത്സരം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പഞ്ചാബിന് വേണ്ടി ബാറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിതീഷ് ശർമ്മയാണെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് പ്ലസ് ബാറ്റിംഗ് ചെയ്തതുകൊണ്ട് അദ്ദേഹം ക്യാപ്റ്റൻസിയോടെ ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഹർഷൽ പട്ടേലാണെങ്കിൽ റൈറ്റ് ആൻഡ് ഫാസ്റ്റ് ബോളറാണ്. ഇതുവരെ അദ്ദേഹം 77 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് IPLസിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫോമായി വരുന്നൊരു പ്ലെയറാണ് ഹർഷൽ പട്ടേൽ. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്കാണെങ്കിൽ നല്ലൊരു മസ്റ്റ് പിക്കാണ് നമ്മുടെ ടീമിൽ. ദെൻ ഹർഷദീപ് സിംഗ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മത്സരമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അഗെയിൻസ്റ്റ് സൺറൈസേഴ്സും ആയിട്ട് അദ്ദേഹം 4 വിക്കറ്റ് 29 റൺസ് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ ടീമിലോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സൺറൈസേഴ്സ് ഹൈദരാബാദ്. അപ്പോൾ എന്തായാലും ക്വാളിഫൈ ആയിരിക്കുകയാണ് സൺറൈസേഴ്സ്. ഇനിയിപ്പോൾ അവർക്ക് വേറെ കാര്യങ്ങളായിട്ടൊന്നും നോക്കാനില്ല. ബട്ട് എന്നാലും ഒരു മത്സരം കൂടെ വിൻ ചെയ്താൽ നല്ലൊരു പോയിൻറ്റ്സിലോട്ട് എത്തും എന്നുള്ളൊരിത്. പക്ഷേ ഈവനിങ് മാച്ച് അതുപോലെ ആരെങ്കിലും തോക്കുകയും വേണം. നമ്മളെ RR തോക്കണം, നമ്മളെ നമ്മളെ SRHനൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് റോസോനെ പിക്ക് ചെയ്യാം. ഏകദേശം ഒരു ടീം സെറ്റായിട്ടുണ്ട്. ഷബാസ് അഹമ്മദ് നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് പിക്ക് ചെയ്യേണ്ട. പകരം നമുക്ക് ഭുവീനെ പിക്ക് ചെയ്യാം കേട്ടോ. റീസെൻ്റായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് നമ്മുടെ SRHൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ കൂടുതൽ SRHന് സപ്പോർട്ട് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിതീഷ് കുമാർ റെഡ്ഡിനെ വേണേൽ ഒഴിവാക്കാം കേട്ടോ. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ജിതീഷ് ശർമ്മേനെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു വെറൈറ്റി പിക്കായിരിക്കും. നല്ലൊരു പെർഫോമൻസ് ജിതീഷ് ശർമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാപ്റ്റൻസി എല്ലാവരും ട്രാവിസ് ഹെഡിനെ കൊടുക്കുന്നത്, പക്ഷേ ഞാൻ ഹർഷൽ പട്ടേലിനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ വൈസ് ക്യാപ്റ്റൻസി ശശാങ്ക് സിംഗിനെയാണ് ഞാൻ കൊടുക്കുന്നത്. അത്യാവശ്യം 2 പേര് ഒരു 50-50 പോയിൻ്റെങ്കിലും വെച്ച് തരുന്നുള്ള ഒരു ഉറപ്പുള്ള പ്ലെയേഴ്സാണ് 2 പേര്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുത്തത്. ട്രാവിസ് ഹെഡിന് ചിലപ്പോൾ ഒരു 5 റൺസ് 6 റൺസ് ഔട്ടായി പോയാൽ പിന്നെ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ക്യാപ്റ്റൻ VC കൊടുത്തത്. നമ്മുടെ ടീം ഒന്ന് നോക്കാം. ക്ലേസൻ, ജിതീഷ് ശർമ്മ, സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ റോസോ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ശശാങ്ക് സിംഗ്, ഭുവനേശ്വർ കുമാർ, പാറ്റ് കുമ്മിൻസ്, ഹർഷൽ പട്ടേൽ, അതുപോലെ തന്നെ തങ്കരാജൻ, നട്രാജൻ, ഇത്രയും പേര് നമ്മുടെ ടീമിലുണ്ട്. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണ്. 15 ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.